ഭരണിക്കാവിലുള്ള തറവാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് മേഘയുടെയും അനന്തുവിൻ്റെയും വിവാഹം കൂടാൻ പോയ ഞങ്ങൾ മുഹൂർത്താവാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക. ദേവൂട്ടന് വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. എന്നാലും ഇച്ചിരി വീഡിയോ എടുത്തേക്കാന്ന് കരുതി ഇങ്ങനെ ഇരുന്നപ്പം എവിടുന്നോ നല്ല പാട്ട് കേൾക്കുന്നു. നോക്കിയപ്പോൾ ഈ കുട്ടിയാണേ പാടുന്നത്. നല്ല രീതിയിൽ ഗിത്താർ പ്ലേ ചെയ്യുകയും പാടുകയും ചെയ്യുന്നുണ്ട്. പേരറിയത്തില്ല കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴത്തേക്ക് മുഹൂർത്തത്തിൻ്റെ സമയമായി. അനന്തവും ഫാമിലി എല്ലാവരുടെയും ആശീർവാദമൊക്കെ വാങ്ങി കതിർമണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് മേഘക്കുട്ടിയും എത്തി സുന്ദരിയായി. മേഘക്കുട്ടിയുടെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൂടെ മേഘക്കുട്ടിയെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവരിക. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും കൂടെ വരുന്നത്. മേഘയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്ന നിമിഷം ആയിരുന്നിരിക്കുക ഇത്. ഒരു മകൾ ജനിക്കുമ്പം തൊട്ട് അവൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വളർത്തി ഒരു ജോലിക്ക് പ്രാപ്തിയാക്കി മറ്റൊരാളുടെ കൈപിടിച്ച് ഏൽപ്പിക്കുകയല്ലേ. അവർക്ക് സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ നിമിഷമായിരുന്നിരിക്കാം. മേഘക്കുട്ടിക്കും അനന്തുവിനും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. പിന്നെ താലികെട്ടൊക്കെ കണ്ട് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്ന്. നല്ല സദ്യയായിരുന്നു കേട്ടോ. 3 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. പൈനാപ്പിൾ പായസം ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാനും ദേവൂട്ടനും നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് തിരിച്ച് ഞങ്ങൾ ദാസേട്ടൻ്റെ കൂടെ ട്രാവലറിലാണ് വന്നത്. ഇത് വൈകിട്ടത്തെ റിസപ്ഷന് പോയപ്പോൾ ഉള്ള വീഡിയോ ആണ്. അനന്തുവിൻ്റെ വീട്ടിൽ ഡെക്കറേഷൻസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. മേഘക്കുട്ടിയും അനന്തവും ഞങ്ങളെയൊക്കെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കിങ്ങിണിക്കൊരു പരാതി, കിങ്ങിണിയുടെ വീഡിയോ എടുക്കുന്നില്ലേന്ന്. എന്നാൽ പിന്നെ കിങ്ങിണിയുടെ വീഡിയോ ആയിക്കോട്ടെന്ന് കരുതി ഞാൻ കിങ്ങിണിയെ വിളിച്ച് നോക്കിപ്പിച്ചൊരു വീഡിയോ അങ്ങ് എടുത്തേ. അത് കഴിഞ്ഞ് ഞാനും ദാസേട്ടനോട് ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത്. ദേവൂട്ടനാണ് ഈ ഫോട്ടോ എടുത്തു തന്നത്. അത് കഴിഞ്ഞ് ദേവൂട്ടനും അച്ഛനോട് ഇന്നെടുത്ത് പിന്നെ ഞങ്ങൾ ദാസേട്ടൻ്റെ കൂടെ ട്രാവലറിൽ കയറി വീട്ടിൽ ചെന്ന് അവരെ എല്ലാവരെയും ഇറക്കി കഴിഞ്ഞ് തിരിച്ച് ട്രാവലർ അണ്ണൻ്റെ വീട്ടിൽ കൊണ്ടിടാൻ പോവുക. ഞാനും ദാസേട്ടനും ദേവൂട്ടനും മാത്രമേ വണ്ടിയിലുള്ളൂ. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞ് എൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കാതെ വണ്ടിയുടെ ലൈറ്റൊക്കെ കാണിക്കുമെന്നും പറഞ്ഞ് കൈ അങ്ങോട്ട് കാണിച്ച്. ലച്ചുമോള് ഫംഗ്ഷനൊന്നും വരാഞ്ഞുകൊണ്ട് ചിറ്റുമലയിൽ പോയി ലച്ചുമോൾക്കൊരു ഷവർമയും മേടിച്ച് ഞങ്ങളങ്ങ് വീട്ടിലേക്ക് പോയേ. അപ്പോൾ എല്ലാവർക്കും ബായ്.